സൈലം ടെക്നിക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ KW ഗ്രേഡ് 1 എക്സാം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് വരും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും വളരെ ടെൻസ്ഡ് ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു സിലബസ് ഈസി ആയിട്ട് എങ്ങനെ 6 മന്ത്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ സെഷൻ. സോ നമുക്ക് 6 മന്ത്സ് സ്റ്റഡി പ്ലാൻ ആണ് KW ഗ്രേഡ് 1 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ഇതിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 5+1 എന്നുള്ള രീതിയിലാണ്. 5 മന്ത്സിൻ്റെ പ്ലാനാണ്. പിന്നെ ബാലൻസ് ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷനും അതേപോലെ പഠിച്ച് തീരാത്ത ടോപ്പിക്സിനൊക്കെ വേണ്ടി മാറ്റി വെക്കാനാണ്. അങ്ങനെ ടോട്ടൽ 6 മന്ത്സ് സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു സ്റ്റഡി പ്ലാൻ വേണം. അതായത് നമ്മുടെ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ എക്സാമിനും സിലബസുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സിവിലിൻ്റെ സാധാരണ എക്സാമിൽ നിന്നും മെക്കാനിക്കലിൻ്റെ സാധാരണ എക്സാമുകളിൽ നിന്നും വ്യത്യാസത്തിലുള്ള സിലബസാണിത്. 2 ടോപ്പിക്സും ക്ലബ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ കൂടുതൽ സിവിൽ ടോപ്പിക്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അങ്ങനെ സബ്ജക്റ്റ് നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ മാത്രം മതിയോ? പോരാ. അതിനുശേഷം നമ്മൾ റിവിഷൻ തരണം, അല്ലെങ്കിൽ റിവിഷൻ എടുക്കണം. റിവിഷൻ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ തറോ ആയിട്ട് ഒന്നുകൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യവും ഓർമ്മയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 10-15 സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ മറന്നുപോകും. അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവരുത്. സോ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കുറേ ഫോർമുലാസ് വരും, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ നമുക്ക് റിവിഷൻ വേണം. ദെൻ ഇത് മാത്രം പോരാ, നമ്മൾ ഓരോ ടോപ്പിക്കുകളും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുമാത്രം പോരാ, ക്വസ്റ്റ്യൻസ് തന്നെ പല രീതിയിൽ ചെയ്യണം. നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കുകൾ തീരുമ്പോഴും ടോപ്പിക് ടെസ്റ്റുകളും അതേപോലെ ഒരു സബ്ജക്റ്റ് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആൻഡ് ഈ ഒരു പഠിക്കുന്ന സമയത്ത്, ഈ ഒരു റിവിഷൻ്റെ സമയത്തെ നമ്മൾ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഒന്ന് ബാലൻസ് ചെയ്ത് പഠിച്ചെടുക്കാനും കൂടെ നോക്കണം റിവിഷൻ്റെ സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെ ഒരു PSCക്ക് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കുള്ള മെക്കാനിക്കൽ ടോപ്പിക്സും സിവിൽ ടോപ്പിക്സും എങ്ങനെ എഫക്റ്റീവായിട്ട് 5+1 അല്ലെങ്കിൽ 6 മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ CADൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്. ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ്. ഇതിൽ തന്നെ വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, FM, ഹൈഡ്രോളിക് മെഷീൻ, ഈ 4 ആൾക്കാർ എന്തായാലും നിങ്ങൾ പഠിക്കണം. ദെൻ അടുത്തത് നമുക്ക് പാർട്ട് 2 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതും 50 മാർക്ക് വെയിറ്റേജ് ആണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റുകൾ സർവേയിങ്, അതേപോലെ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്, അതിൽ ബിൽഡിംഗ് ബൈലോസ് ആണ് പറയുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ദെൻ കോൺക്രീറ്റ് ടെക്നോളജി ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇറിഗേഷൻ്റെ ഭാഗമുണ്ട്. സ്ട്രക്ചറൽ ഡിസൈൻ, ക്വാണ്ടിറ്റി സർവേയിങ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഇത്ര ടോപ്പിക്കുകൾ, ഇത്ര സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് അധികം പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. 10 മാർക്ക് വെയിറ്റേജ് ആണ്, പക്ഷേ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ് അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേഷനും സർവേയും, ഈ സബ്ജക്റ്റുകൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. അതിനാണ് കുറച്ചധികം സമയം വേണ്ടി വരിക. ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മെക്കിൻ്റെ ടോപ്പിക്കും ഒരു സിവിലിൻ്റെ സബ്ജക്റ്റും, മെക്കിൻ്റെ സബ്ജക്റ്റും സിവിലിൻ്റെ സബ്ജക്റ്റും ക്ലബ് ചെയ്ത് ഓരോ ആഴ്ചയിൽ വരുന്ന രീതിയിലാണ് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെക്കാനിക്കലിൻ്റെ ഒരു സബ്ജക്റ്റും സിവിലിൻ്റെ ഒരു സബ്ജക്റ്റും ക്ലബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വീക്ക് ആകുമ്പം സിവിലിൻ്റെ സബ്ജക്റ്റുകൾ മാത്രമാണ് വരുന്നത്. ആ ഒരു രീതിയിലാണ് പ്ലാനിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ആദ്യത്തെ വീക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതേപോലെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഒരു മൊഡ്യൂളാണ്. അതിൽ നിന്ന് നിങ്ങൾ ആദ്യത്തെ ആഴ്ച സ്കെയില്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഈ ടോപ്പിക്കുകളൊക്കെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സബ്ജക്റ്റിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അതിൽ നിന്ന്
നിന്നുള്ള സ്റ്റോണ്, ടിമ്പർ, ലൈമ് ഈ 3 ടോപ്പിക്കുമാണ് ആദ്യത്തെ ഒരു വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത്. പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ട് തിയറി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് മാനുവലി പഠിച്ചെടുക്കണം. നിങ്ങൾ അതിനുള്ള സമയമാണ് ഈ ഒരു ആഴ്ച. ദെൻ രണ്ടാമത്തെ ആഴ്ച വരുന്ന സമയത്ത് ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ്. ഇതിൽ നിന്ന് കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ ആണ് മെക്കാനിക്കൽ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത്. സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക് ആയിട്ടുള്ള ബ്രിക്ക്, ഫ്ലോറിംഗ്, DPC, വാട്ടർ പ്രൂഫിംഗ്, ടെർമൈറ്റ് പ്രൂഫിംഗ് ഒക്കെ പഠിക്കുക. ഞാൻ ഈ ടോപ്പിക്ക് ജസ്റ്റ് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനോട് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് വൈഡായിട്ട് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് വാള്, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പാർട്സ് ഓഫ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ടോപ്പിക് ഉണ്ട്. അതൊക്കെ നിങ്ങളിത് കവർ ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ പഠിച്ചെടുക്കാൻ വേണം. ഞാൻ മെയിൻ ടോപ്പിക്ക് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ വീക്ക് 3 ആകുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും അതേപോലെ തന്നെ ഈ സെയിം സബ്ജക്റ്റ് തന്നെയാണ്. ആൻഡ് ഗ്രാഫിക്സിൻ്റെ കൂട്ടത്തിൽ ഓട്ടോക്യാഡും അതിൻ്റെ കമാൻഡ്സും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം പഠിക്കുക. അതോടുകൂടി തന്നെ പെയിൻറ്റും ഫൗണ്ടേഷനുമാണ് സിവിലിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ പാരലൽ ആയിട്ട് 3 ആഴ്ച എത്തി. 4ാമത്തെ ആഴ്ച എത്തുമ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മെക്കിൻ്റെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞു. അടുത്ത സബ്ജക്റ്റിലേക്ക് എത്തി. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഫോഴ്സിൻ്റെ ഭാഗം പഠിക്കുക. ആൻഡ് അതോടുകൂടി തന്നെ നമ്മുടെ BMBCയിൽ നിന്ന് മേസൺറി, സ്കഫോൾഡിംഗ്, ഷോറിംഗ് ആൻഡ് അണ്ടർപിന്നിങ് ആ ഒരു ഭാഗം പഠിക്കുക. അപ്പോഴേക്കും ഒരു മാസമായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മാസം ആകുമ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഒരു മൊഡ്യൂളും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മുഴുവനും, അതുപോലെ സിവിലിൻ്റെ വലിയ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ മൊഡ്യൂളാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഒരു മാസം ആവുന്ന സമയത്ത് നിങ്ങൾ മന്ത്ലി റിവിഷന് വേണ്ടിയിട്ട് 1-2 ദിവസം മാറ്റി വെക്കണം കേട്ടോ. 1-2 ദിവസം മന്ത്ലി റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ഒരാഴ്ച പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. നമ്മൾ 6+1 ആയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. 6 ദിവസം പഠിക്കുക, 1 ദിവസം റിവിഷൻ എടുക്കുക. അങ്ങനെ വീക്ക് 1 ആകുമ്പോൾ അങ്ങനെ ചെയ്യുക. വീക്ക് 2 ആകുമ്പം തലേ വീക്കിൻ്റെതും കൂടെ അല്ലെങ്കിൽ തലേ ആഴ്ചത്തതും കൂടെ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ആൻഡ് ഈ ഒരു മന്ത്ലി റിവിഷൻ്റെ സമയത്ത് ഒരു മാസം പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കുക. പിന്നെയും വായിച്ച് നോക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. 6+1 സ്കെഡ്യൂളും മന്ത്ലി റിവിഷനും എന്തായാലും ഫോളോ ചെയ്യണം. പിന്നെ ഈ മന്ത്ലി റിവിഷൻ്റെ സമയത്ത് പരമാവധി ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾ ചെയ്ത് കഴിയുമ്പം ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അങ്ങനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ദെൻ സെക്കൻഡ് മാസത്തിലേക്ക് വരുമ്പോൾ 2ാമത്തെ മാസത്തിൽ വീക്ക് 5 ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഫ്രിക്ഷൻ്റെ ഭാഗവും ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് റൂഫ്, ഡോർസ് ആൻഡ് വിൻഡോസും പഠിക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവും. ദെൻ വീക്ക് 6 മുതൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സർവേയിങ്ങും ആണ് നോക്കുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കുറച്ച് ഫ്രെയിമിൻ്റെ ഭാഗം, അതായത് എസ്സേയുടെ ഭാഗമായിട്ടുള്ള ഫ്രെയിം ഉണ്ട്. പിന്നെ സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ലോകളുണ്ട്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒക്കെ അതിനോടുകൂടി വരുന്നുണ്ട്. ആ ടോപ്പിക്കൊക്കെ വീക്ക് 6 പഠിക്കുക. ദെൻ വീക്ക് 7 ആകുമ്പോൾ നമ്മൾ പുതിയ സബ്ജക്റ്റ് മെക്കാനിക്കൽ തുടങ്ങുകയാണ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ വീക്ക് 7 നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് സർവേയിങ് ആണ് പ്ലാൻ ചെയ്യുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പഠിക്കാം. അതേപോലെ സർവേയിങ്ങിൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ തലേ വീക്കിൽ പഠിച്ചു. ഇൻട്രൊഡക്ഷനിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ദെൻ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് ഫ്രെയിം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം വീക്ക് 6 ഇട്ടത്. ആൻഡ് വീക്ക് 7 സർവേയിങ്ങിലെ കുറച്ച് വലിയ ടോപ്പിക്കാണ്, ലെവലിംഗ് വരുന്നുണ്ട്. ദെൻ വീക്ക് 8 ആകുമ്പം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. സർവേയിങ്ങിൽ നിന്ന് നിങ്ങൾ തിയോഡലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ 2ാമത്തെ മാസവും കംപ്ലീറ്റ് ആയി. അപ്പോൾ 2 മാസം എത്തുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മന്ത്ലി റിവിഷൻ്റെ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്കിങ്ങനെ ടോപ്പിക്കുകൾ കൂടി വരുമ്പോൾ മന്ത്ലി റിവിഷന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളും കൂട്ടുക. അപ്പോൾ നമ്മൾ ഈ ഒരു 6 മന്ത് സ്റ്റഡി പ്ലാനിൽ അഡീഷണൽ ആയിട്ട് ഒരു മാസം ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ റിവിഷൻ്റെ ഡേയ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ദെൻ അടുത്തത് വീക്ക് 9 ആണ്. വീക്ക് 9 നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും സർവേയിങ്ങും തന്നെയാണ് നോക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ കോളത്തിൻ്റെ ടോപ്പിക്കുകളും സർവേയിങ്ങിൽ കർവിൻ്റെ ടോപ്പിക്കും പഠിക്കുക. കർവ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ വീക്ക് 10 ആകുമ്പോൾ നമ്മൾ മെക്കാനിക്സിൽ പറഞ്ഞ പോലെ, അതായത് മെക്കാനിക്സ് അല്ല, എൻ്റെ മെക്കാനിക്സും മിക്സായി പോകുന്നുണ്ട്. മെക്കാനിക്സിൻ്റെ 2 ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് തുടക്കമാവുകയാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ് നമ്മൾ വീക്ക് 10 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സർവേയിങ്ങിൽ മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുക. അപ്പോൾ ഈ ഒരു മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സും കർവും കുറച്ച് ലെങ്തി ആണ്, പഠിച്ചെടുത്താൽ എളുപ്പമാണ്. ദെൻ വീക്ക് 11 ആകുമ്പോൾ നമ്മൾ
ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് വീക്ക് 11 ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്, ആ ഒരു ചാപ്റ്ററിൽ ബിൽഡിംഗ് ബൈലോസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് ബൈലോസ് പഠിക്കാൻ അത്ര സമയമൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഒരു വീക്ക് മാത്രം ബിൽഡിംഗ് ബൈലോസ് ഇട്ടിരിക്കുന്നത്. സോ അവിടെ ബിൽഡിംഗ് ബൈലോസ് പഠിക്കുക. ദെൻ വീക്ക് 12 ആകുമ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തന്നെ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ദെൻ കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുക. കോൺക്രീറ്റ് ടെക്നോളജീൻ്റെ സിലബസ് വാസ്റ്റായി കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര കാര്യങ്ങളൊന്നും വാസ്റ്റായി സിലബസ് ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. സോ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ്, ഇൻഗ്രീഡിയൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻഗ്രീഡിയൻസിൻ്റെ ടെസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഫസ്റ്റത്തെ വീക്ക് പഠിക്കേണ്ടത്, അതായത് CT തുടങ്ങുന്ന വീക്ക് പഠിക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് 12ാമത്തെ ആഴ്ച എത്തിയിട്ടുണ്ട്. ദെൻ നമ്മളെ മന്ത്ലി റിവിഷൻ കൊടുക്കുക. ദെൻ വീക്ക് 13 ആകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ റൺ ചെയ്യുന്ന സബ്ജക്റ്റുകൾ FM-ഉം കോൺക്രീറ്റ് ടെക്നോളജിയുമാണ്. FM-ൽ നിന്ന് ഡയമെൻഷൻ ആൻഡ് മോഡൽ അനാലിസിസ്, അതിലാണ് നമ്മൾ കുറേ കോൺസ്റ്റൻറ്റുകളൊക്കെ പഠിക്കുക. ദെൻ ബൗണ്ടറി ലെയർ, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. ദെൻ കോൺക്രീറ്റ് ടെക്നോളജിയിൽ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്, അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിനോടൊപ്പം തന്നെ കോൺക്രീറ്റിൻ്റെ ടെസ്റ്റുകളും വരും. ആൻഡ് ദെൻ വീക്ക് 14 ആകുന്ന സമയത്ത് നിങ്ങൾ ഹൈഡ്രോളിക് മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഹൈഡ്രോളിക് മെഷീൻസിൽ മെയിനായിട്ട് 2 ഹെഡുകളാണ് ഉള്ളത്, പമ്പും ടർബൈൻ. അപ്പോൾ നമുക്ക് ടർബൈൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്. ദെൻ ആ ഒരു മൊഡ്യൂളിൽ ഇറിഗേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇറിഗേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം, അതായത് ക്രോപ്പ്, ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, ക്രോപ്പിൻ്റെ റിലേഷൻ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വീക്ക് 15 ആകുമ്പം ഹൈഡ്രോളിക് മെഷീൻസിൽ തന്നെ പമ്പ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കോൺക്രീറ്റ് ടെക്നോളജിയിൽ നമുക്ക് ഡാം, ആ ഒരു കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള മൊഡ്യൂളിലാണ് അവരെന്ത് പറയുന്നത്, ഡാം ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺക്രീറ്റ് ടെക്നോളജി തന്നെ കൊടുത്തിട്ടുള്ളത്, ഡാമും. ദെൻ വീക്ക് 16 ആകുമ്പോൾ അവിടെ തന്നെ വിയറും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് വീക്ക് 16 നിങ്ങൾ എന്ത് ചെയ്യണം, മെക്കാനിക്കലിൻ്റെ ടോപ്പിക്കായിട്ടുള്ള തേർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ തെർമോഡൈനാമിക് സിസ്റ്റം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് വീക്ക് 17 ആകുമ്പം ഈ ഒരു തെർമോഡൈനാമിക്സിൽ നിന്ന് ഡിഫറെൻറ്റ് സൈക്കിൾസ്, ഓട്ടോ സൈക്കിൾ, കാർനറ്റ് സൈക്കിളൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ പഠിച്ചെടുക്കുക. ദെൻ സ്ട്രക്ചറൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രക്ചറൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ്, ബീംസ്, സ്ലാബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതൊക്കെ അങ്ങ് പഠിക്കുക. ഈ ബീമും സ്ലാബ് ഇതിൻ്റെയൊക്കെ കൂടുതലും കോഡൽ പ്രൊവിഷൻസ് ഒക്കെയാണ് വേണ്ടത്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീക്ക് 17 ആകുമ്പോഴേക്കും നമ്മളെ മെക്കാനിക്കൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും. പിന്നെ സിവിലിൻ്റെ ടോപ്പിക്സ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള 3 ആഴ്ച നിങ്ങൾക്ക് സിവിലിൻ്റെ ടോപ്പിക്സ് മാത്രമേ വരുള്ളൂ. സോ അതിൽ വീക്ക് 18 ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നിന്ന് നിങ്ങൾ എസ്റ്റിമേറ്റ് പഠിക്കണം. സ്ട്രക്ചറൽ ഡിസൈനിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാർ, അതായത് സ്റ്റെയർ, കോളം, ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ വീക്ക് 19 എഗെയിൻ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ വാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ ഇൻട്രൊഡക്ഷനും അതേപോലെ പ്ലാനിങ് ആൻഡ് സ്കെഡ്യൂളിങ്ങും ആണ് ആദ്യത്തെ വീക്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ടെൻഡർ, ക്വാളിറ്റി കൺട്രോൾ, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു പ്ലാനിങ് ആൻഡ് സ്കെഡ്യൂളിങ് കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്ക് 20 കൂടി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സബ്ജക്റ്റ് സ്പ്ലിറ്റ്. ഇങ്ങനെ വേണം നിങ്ങൾ ഏകദേശം ഒന്ന് പഠിക്കാൻ. ഇത് ഞാൻ എൻ്റെ ധാരണയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്കെഡ്യൂളാണ്. ഇത് പല ആൾക്കാർക്കും പല സബ്ജക്റ്റുകളും എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. ഞാൻ പിന്നെ മെക്കിൻ്റെ ഒരു ടോപ്പിക്കും സിവിലിൻ്റെ ഒരു ടോപ്പിക്കും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 20 ആഴ്ച എന്ന് പറയുമ്പോൾ 5 മാസമാണ്. ദെൻ നമ്മുടെ മന്ത്ലി റിവിഷനൊക്കെ കൂടെ കൂട്ടി ഒരു 5.5 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5.5 മാസം അല്ലെങ്കിൽ 5.5 മന്ത്സ് കഴിഞ്ഞ് ബാക്കിയുള്ള 5.5 മന്ത്സ് അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ പകുതി എന്ന് പറയുന്നത്, അതായത് 15 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട്, അതായത് 5 മാസവും 15 ഡേയ്സും നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തു. ആ 5 മാസം മാത്രമാണ് ശരിക്കും പഠിക്കാനുള്ളത്. ബാക്കി 15 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ മന്ത്ലി റിവിഷനൊക്കെ വേണ്ടി ഇടുന്ന ദിവസങ്ങൾ ആഡ് ചെയ്ത് അങ്ങനെ ഒരു 15 ദിവസം ഇട്ടിരിക്കുന്നതാണ്. കാരണം ഓരോ മാസത്തിലും 1-2 ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ബാക്കിയുള്ള ലാസ്റ്റ് 15 ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കാൻ നിൽക്കരുത്. പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. ഇങ്ങനെ നിങ്ങൾ 6 മന്ത്സ് കംപ്ലീറ്റ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളും ടോപ്പിക്സൊക്കെ വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും.
ആൻഡ് ഇങ്ങനെയൊക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 2 ടോപ്പിക്കുകളും സിവിൽ കഴിഞ്ഞവർക്ക് മെക്കാനിക്കൽ ടോപ്പിക്സും മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് സിവിൽ ടോപ്പിക്സും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് നമ്മുടെ ഈ ഒരു KWA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ടോട്ടൽ KWA ഗ്രേഡ് 1 സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഓവർസിയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓവർസിയർ KWA ഗ്രേഡ് 1 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫീസ് വരുന്നത് 4,999 ആണ്. ഓഗസ്റ്റ് 19-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഓഗസ്റ്റ് 19 ആണ്. 4,999 നമ്മുടെ KWA ഗ്രേഡ് 1 ബാച്ചിന് വരുന്ന ഫീസ്. ഇത് സിവിൽ പ്ലസ് മെക്ക് ബാച്ചാണ്. ദെൻ അതോടുകൂടി തന്നെ KWA ഗ്രേഡ് 1 മെക്കാനിക്കൽ ടോപ്പിക്സ് മാത്രം വരുന്ന ബാച്ചും ഉണ്ട്. മെക്കാനിക്കൽ ടോപ്പിക്സ് മാത്രം വരുന്ന ബാച്ചിന് 2,499 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഒരു ബാച്ച് ഓഗസ്റ്റ് 20-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടോട്ടൽ ടോപ്പിക്സ് വരുന്നത് KWA ഗ്രേഡ് 1 ബാച്ചിലും മെക്കാനിക്കൽ ടോപ്പിക്സ് വരുന്നത് KWA ഗ്രേഡ് 1 മെക്കാനിക്കൽ ടോപ്പിക്സ് ബാച്ചിലുമാണ്. ടോട്ടൽ KWA ഗ്രേഡ് 1-ൽ ഈ മെക്കും സിവിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രോളായിട്ട് പോകുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ KWA ഗ്രേഡ് 1 എക്സാമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു 6-7 മന്ത്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്